നിവി ആകെ സമനില തെറ്റി നിൽക്കുമായിരുന്നു. നിവി അവളുടെ നേരെ ചീറ്റി, നിനക്കെന്താ പ്രശ്നം? എൻ്റെ അച്ഛനെ കുഴപ്പമില്ലെങ്കിൽ നിനക്ക് പിന്നെ എന്താടി? ദേ പെണ്ണെ, നിന്റെ ഡ്രാമയ്ക്ക് എൻ്റെ അടുത്ത് കാണിച്ചോണ്ടല്ലോ വാ അടച്ചിരുന്നതിൻ്റെ പേരിൽ ജീവിതം തുലച്ചു നിന്നവളെ ഞാൻ. അവിടെ നിന്ന് എൻ്റെ ഭർത്താവ് താലി കിട്ടി എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. എനിക്ക് ജീവിക്കണം, ഇനിയും ജീവിതം തുറക്കാൻ ആഗ്രഹമില്ല. ഞാൻ പ്രതികരിക്കില്ലെന്ന് വല്ല വിചാരം നിനക്കുണ്ട് കാർത്തിക? അതിൻ്റെ വെറും തോന്നലാ. സോ ഇനി നിന്റെ കാര്യം നോക്കി നടന്നാൽ നിനക്ക് കൊള്ളാം. എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും ഇടയിൽ കയറി കളിക്കാൻ വന്നാ നിന്റെ പല്ലിൻ്റെ എണ്ണം കുറയും, ഓർത്തോ. ശരിക്കും എല്ലാവരും അന്താളിച്ചു പോയി. ഇത്രയും പറഞ്ഞിട്ടാണ് അവളൊന്ന് ശ്വാസം പോലെ എടുത്തത്. നിവി എല്ലാവരെയും നോക്കി. എല്ലാവരും അവൾ അന്തം വിട്ട് നോക്കുന്ന കണ്ട് അവൾ ഉറക്കെ പറഞ്ഞു, ദേവമ്മേ ചോറ്, നല്ല വിശപ്പുണ്ട്. അവളുടെ ആ പറച്ചിലാണ് എല്ലാവർക്കും ഒരു ചലനം പോലും വന്നത്. ദേവ്യമ്മ അടുക്കളയിലേക്ക് ഓടി. ദക്ഷ ചിരി കടിച്ചു പിടിച്ചു. കാത്തു തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കണ്ടത് ധ്രുവ് വരുന്നത്. ധ്രുവ് കാത്തുവിനെ നോക്കിയ നോട്ടം കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി എല്ലാം കേട്ടുള്ള വരവാണെന്ന്. അവനൊന്നും നടക്കാത്ത പോലെ സോഫയിലിരുന്ന് ടി വിയിലേക്ക് നോക്കി. നിവി മഹാദേവൻ്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തെ കൂർപ്പിച്ച് നോക്കി. അദ്ദേഹം എന്തെന്ന് മനസ്സിലാകാതെ അവളെ നോക്കിപ്പോയി. ധ്രുവ് ദക്ഷി ഇതെല്ലാം ഇടം കണ്ടുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു. ഇതിനെ മാറ്റാൻ പ്രത്യേകം പറയണോ? മഹാദേവൻ എന്തെന്ന രീതിയിൽ നോക്കി. ചായ വീണുടുപ്പ് മാറ്റി വേറിടാൻ ഇനി പറയണോ എന്ന്. വേണ്ട, ഞാൻ പോകുക, മാറ്റുക. പിന്നെ വേഗം പോയി മാറ്റിയിട്ട് വാ. എല്ലാവരും അന്താളിച്ച് നോക്കിപ്പോയി. ഇന്നേ വരെ മഹാദേവനോട് ആരും അങ്ങനെ സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആര് പറഞ്ഞാലും കേൾക്കുന്ന ആളുമല്ല. ശ്രീദേവി കാസറോൾ പാത്രത്തിൽ ചോറ് മേശപ്പുറത്തിട്ട് കൊണ്ടുവച്ചു. ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചു. അതിൽ ചോറിട്ടു. നിവി പോയി ബാക്കി പ്ലേറ്റ് പറക്കി വെച്ചു. ചോറിടാൻ തുടങ്ങി. എല്ലാവരും അന്തം വിട്ട് നോക്കിയിരുന്നു. ഡി നിവി, നിനക്കെന്ത് പറ്റി? ബാധ കയറിയോ? നിനക്ക് ചോറ് വേണ്ടേ? വേണ്ട. അതെന്താ? ഇപ്പോൾ ചായ കുടിച്ചേ ഉള്ളൂ. ഡേ, എല്ലാവർക്കും ചോറിട്ട് വെച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് ഇവിടെ വന്നിരുന്ന എല്ലാവരും കഴിച്ചോണം. മോളെ, അമ്മ ഇപ്പോൾ ചോറ് കഴിച്ചേ ഉള്ളൂ. ചോറ് കഴിച്ചില്ല എന്നൊന്നും എനിക്കറിയണ്ട. എല്ലാവരുടെ കാണണം, ചോറ് കഴിക്കണം. കിളി പറന്ന പോലെ എല്ലാവരും അവളെ നോക്കിപ്പോയി. ധ്രുവ് കേൾക്കേണ്ട താമസം ഫോൺ കുത്തിക്കൊണ്ട് തന്നെ ചോറ് കഴിക്കാൻ വന്നിരുന്നു. ഇത് കേട്ടുകൊണ്ട് ഇറങ്ങി വന്നുകൊണ്ട് മഹാദേവനും അവന് നേരെ വന്നിരുന്നു. ആണുങ്ങളിരുന്ന സ്ഥിതിക്കും ഇനി രക്ഷയില്ലെന്ന് മനസ്സിലായി. ദക്ഷയും ഇരുന്നു. പ്രിയയും, ദൈവമേ കഴിക്കാനിരിക്കാൻ പറഞ്ഞു കേട്ടില്ലേ? ഗൗരവത്തോടുള്ള നിവിയുടെ ചോദ്യം കേട്ട് അവർ യാന്ത്രികമായി അവിടെ ഇരുന്ന് പോയി. കാത്തു മുകളിലേക്ക് കയറിപ്പോകാൻ പോയി. കാത്തു, നീ കഴിക്കുന്നില്ലേ? വേണ്ട, വിശപ്പില്ല. അതെന്താ? ഡീ, നിവിയുടെ അലർച്ച കേട്ട് ദക്ഷി ഞെട്ടിപ്പോയി. നിന്റെ വാർ അവളാണ് ഇരിക്കുന്നത്. അവളെ തിന്നാലും നിന്റെ വാർ നിറയോ? അവൾക്ക് വേണമെങ്കിൽ അവൾ വന്ന് ഇട്ട് കഴിക്കും. ആരെങ്കിലും ഇട്ട് കൊടുത്ത് നിറയ്ക്കുകയോ കഴിക്കാൻ വിളിച്ച് നിറയ്ക്കുകയോ ചെയ്താൽ എൻ്റെ സ്വഭാവം മാറും. അവൾക്ക് വിശക്കുമ്പോൾ അവൾ വിളമ്പി തിന്നു. ദക്ഷി യാന്ത്രികമായി തന്നെ ശരിയെന്ന് തലയാട്ടി. കാത്തു ചവിട്ടി തുള്ളി പോകാൻ ഒരുങ്ങിയതും നിവി ഒന്നുകൂടി ഉറക്കെ പറഞ്ഞു, പിന്നെ ഇവിടെ ഓർഡർ ചെയ്ത് ഫുഡ് വരുത്താനും ആരും കരുതണ്ട. ഒരു ഓർഡറും ഗേറ്റിനകത്ത് വരില്ല. അകത്തുള്ളവരാരും അത് മേടിക്കാനും പുറത്തു പോകില്ല. അല്ല, പുറത്തു പോയി കഴിക്കാനും വല്ല പ്ലാനുണ്ടേ? ഗേറ്റ് തുറക്കില്ല. പോകാനല്ല, തിരിച്ചു കയറാൻ. അത്രയും പറഞ്ഞ് നിവി ചോറ് വാരി കഴിക്കാൻ തുടങ്ങി. ധ്രുവിനൊരു ഭാവമാറ്റവുമില്ല. ബാക്കിയുള്ളവർ എന്തു പറ്റുന്ന രീതിയിൽ നോക്കിയിരുന്നു. നിവി പഴയ നിവി മരിച്ചു. ഇനി മുതൽ എനിക്ക് ജീവിക്കണം. എന്നെ കൊല്ലാൻ വരുന്നവർ തിരിച്ചൊരു പരിക്കെങ്കിലും ഏൽപ്പിക്കാതെ ഞാൻ ചാകില്ല. എനിക്ക് ജീവിക്കണം. ആര്യമാർക്ക് ഇനി വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല. ആഹാരമൊക്കെ കഴിച്ചു. നിവി പോയി പഠിക്കാനിരുന്നു. എല്ലാവരും ആകെ കിളി പരന്ന അവസ്ഥയാണ്. അവളിലെ മാറ്റങ്ങൾ അത്ഭുതമാണ് എല്ലാവർക്കും. ധ്രുവ അന്ന് നൈറ്റ് എവിടെയോ പോകണമെന്ന് പറഞ്ഞു പോയി. അന്ന് അവൾ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ദക്ഷയാണ് അവൾക്കൊപ്പം വന്ന് കിടന്നത്. രണ്ടാളും ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നെങ്കിലും രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പകലിൽ സന്തോഷങ്ങൾ പുറത്ത് കാണിച്ചും രാത്രിയിൽ സങ്കടങ്ങൾ പെയ്തൊഴിക്കുകയുമാണല്ലോ പെൺകുട്ടികൾക്ക് ശീലം. കണ്ണീർ ചൂടിൽ പരസ്പരം മൗനമായിരുന്നു. ദക്ഷി നിവിയെ വെറുതെ കെട്ടിപ്പിടിച്ച് കിടന്നു. നിവി കുറച്ച് കഴിഞ്ഞ് ലൈറ്റിട്ടു. ദക്ഷി അത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വെട്ടം വീണതും വേഗം കണ്ണുകൾ തുടച്ചു. രണ്ടുപേരും പരസ്പരം നോക്കി. രണ്ടുപേരുടെ കണ്ണുകൾ ചുവന്ന് കൺപോണുകൾ വീർത്തിരിക്കുന്നു. നിവി ദക്ഷിയെ തുറിച്ചു നോക്കി. എന്തിനാ നിവി കരയുന്നു? എന്തു പറ്റി? എനിക്കിത് പുത്തിരി ഒന്നല്ല. മാത്രമല്ല ഞാൻ പറയാത്തന്നെ നിനക്കറിയാൻ കാരണം. ദക്ഷി വേഗം തലകുനിച്ചു.
നിനക്കെന്താ പ്രശ്നം? എന്തിനെ കരയുന്നേ? അത് പിന്നെ ഒന്നുമില്ല ദക്ഷി. ഞാൻ നിന്റെ കൂട്ടുകാരി എന്ന നിലയിൽ അല്ല ചോദിക്കുന്നേ. ഞാൻ നിന്റെ എടുത്തിയാ. അതുകൊണ്ട് നിന്റെ ചോദ്യം ചെയ്യാനുള്ള എല്ലാ അധികാരവും എനിക്കുണ്ട്. അതുകൊണ്ട് കാര്യം പറ. ദക്ഷി വേഗം നിവിയെ ചുറ്റിപ്പിടിച്ചു കരയാൻ തുടങ്ങി. നിവി അകമ്പരന്ന് പോയി. നിവിയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദക്ഷി എന്താടി? എന്താ പ്രശ്നം? അമ്മയും അച്ഛനും ഏട്ടനും ഇന്നെനിക്ക് കല്യാണം ആലോചിക്കണമെന്ന് പറയുന്നു ഞാൻ കേട്ടു. അതിനിപ്പോൾ എന്താ? എനിക്ക് കെട്ടേണ്ട നിവി. എനിക്ക് പറ്റില്ല. അതെന്താ? എനിക്ക് വേണ്ട, കെട്ടണ്ട. നിവി അവളുടെ മുഖം പിടിച്ച് നൂത്തു. നീ എൻ്റെ അടുത്തുനിന്ന് മറയ്ക്കുന്ന സത്യം പറയ്. ദക്ഷി കണ്ണുകൾ താഴ്ത്തി. സത്യം പറയ് ദക്ഷി, എന്താ കാര്യം? എനിക്കൊരാളെ ഇഷ്ടം. നിവി ആ ഗമ്പരന്ന് പോയി. അവൾക്കതൊരു പുതിയ അറിവായിരുന്നു. നിവി എന്നാൽ അവളോട് നോർമലായി തന്നെ സംസാരിച്ചു. അതിനെന്താ? ആരെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ പോയി സംസാരിക്കാം. അത് നടക്കില്ല. അതെന്താ? ആൾക്കെന്നെ ഇഷ്ടമല്ല. നിന്നെ ഇഷ്ടമല്ലേ? അതൊരാള് അത്രയ്ക്കും വലിയ ഗമക്കാരൻ നിന്റെ ചേട്ടനാ. നിവി വീണ്ടും ഞെട്ടി. അവൾക്കാകെ ഒന്നും മനസ്സിലായില്ല. കുഞ്ഞിലെ തൊട്ടുണ്ട് വൈശു ചേട്ടനോട് കൂട്ടുകൂടാനാ നിന്നെ ഞാൻ കൂട്ടാക്കിയത്. പിന്നെ മനസ്സിലായി ആൾക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന്. പക്ഷെ അപ്പോഴേക്കും നിന്നെ എനിക്ക് ഊഹിച്ചുകൂടാൻ പറ്റാത്ത അത്ര ഇഷ്ടമായിരുന്നു. ഇതെന്താ എന്നോട് പറയാതിരുന്നത്? ആൾക്കെന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ നിന്നോട് ചെയ്തതൊക്കെ ആലോചിച്ചപ്പോൾ ഒരിക്കൽ തീരുമാനിച്ചു. പക്ഷെ പറ്റുന്നില്ല നിവി. മറക്കാൻ ശ്രമിക്കും തോറും ഞാനല്ലാതാവുക. നിവി അവളെ തന്നെ നോക്കിയിരുന്നു. കുഞ്ഞിലെ മുതലുള്ള കൂട്ടുകാരി, തൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവള്, തനിക്ക് അവളെക്കുറിച്ച് എല്ലാം അറിയുന്ന തെറ്റിദ്ധരിച്ചു. ഇത്രയും വലിയൊരു കാര്യം അവൾക്ക് എങ്ങനെ തന്നിൽ നിന്നും മറയ്ക്കാൻ സാധിച്ചു? എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു നിവി, നീ എന്നോട് എല്ലാം പറയുമെന്ന്. പക്ഷെ അതിന്നത്തോട് തീർന്നു കിട്ടി. അല്ല നിവി, അങ്ങനെയല്ല. ഞാൻ ഒരു കൂട്ടുകാരിയെ എനിക്ക് നിന്നോട് ദേഷ്യവും പിണക്കെല്ലാം ഉണ്ട്. പക്ഷെ നിന്റെ അടുത്ത് എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് മതിയാകൂ. നമുക്ക് ആലോചന വേണ്ട. മനുഷ്യരെ സ്നേഹിക്കാം, പക്ഷേ അതുപോലെ ചെകുത്താന്മാരെ സ്നേഹിക്കരുത്. അവരെ നമ്മുടെ ചോര ഊറ്റി കുടിക്കും. ദക്ഷൊരക്ഷരം മിണ്ടിയില്ല. കല്യാണം കുറച്ച് കഴിഞ്ഞ് ആലോചിക്കാം. അതുവരെ സമയം തരാം. എല്ലാം മറക്കണം. ഗൗരവത്തോടെ തന്നെ നിവി പറഞ്ഞു. ഐ എം സോറി. നിവി ഒരക്ഷരം മിണ്ടിയില്ല. എന്തോ അവൾ മറച്ചു വെച്ചത് ഒരുപാട് വേദനയായിരുന്നു. ഈ കാര്യം നിന്റെ ഏട്ടൻ അറിയണ്ട. ഏട്ടനറിയാം. നിവ്യാഗ അന്തം വിട്ട് ദക്ഷിയെ നോക്കി. അച്ഛനും അമ്മയ്ക്ക് എല്ലാം അറിയാം. നമ്മൾ തിരിച്ച് നാട്ടിൽ വന്നത് വൈഷ്ണവ് ചേട്ടനോട് കല്യാണക്കാരൻ സംസാരിക്കാനാ. അവിടെ അങ്ങനെയൊക്കെ നടന്ന് വൈശേട്ടനൊരു മാറ്റമില്ലെന്ന് അറിഞ്ഞത്. നിവ്യ അവളോട് ഒരു പുച്ഛത്തോട് പറഞ്ഞു. ഓ, അവിടെ വന്നപ്പോൾ ഒരു വിധവളത് അറിഞ്ഞു. ഞാൻ നിൽക്കുമ്പോൾ നീ എങ്ങനെ കെട്ടുന്നല്ലേ? അതുകൊണ്ട് നിന്നെ ഏട്ടനെ കൊണ്ട് എന്നെ കെട്ടിച്ചു അല്ലേ ദക്ഷി? നിവ്യ അത് ചോദിക്കുമ്പോൾ അവൾ സ്വയം മനസ്സിൽ കരുതിയിരുന്നത് അങ്ങനെയല്ലെന്ന് ദക്ഷി പറയുമെന്ന്. പക്ഷെ ദക്ഷി തലകുനിച്ചിരുന്നു. നിവിക്കാകെ ദേഹം തളരുന്ന പോലെ തോന്നി. എല്ലാവരുടെയും പ്ലാനായിരുന്നല്ലേ ദക്ഷി? മോളുടെ ജീവിതത്തിന് വേണ്ടി അച്ഛനമ്മ കല്യാണത്തിന് സമ്മതിച്ചു. ചേട്ടൻ അനിയത്തിക്ക് വേണ്ടി ഒരു വിധവയെ ഏറ്റെടുത്തു അല്ല ദക്ഷി? ദക്ഷി അപ്പോഴും മൗനം. എപ്പോഴെങ്കിലും വൈശേട്ടൻ്റെ മനസ്സ് മാറി നിന്നെ സ്വീകരിക്കുന്നു നീ കരുതിയോ ദക്ഷി? ദക്ഷി കുനിഞ്ഞ് തന്നെ ഇരുന്നു. നീ വിഷമിക്കേണ്ട, ഞാൻ ഏട്ടനോട് സംസാരിക്കാം. എൻ്റെ ഏട്ടൻ്റെ മനസ്സ് മാറില്ല, പക്ഷെ ഞാൻ സംസാരിക്കാം. പിച്ചു തന്ന ജീവിതത്തിന് നന്ദി കാണിക്കണല്ലോ. അത്രമാത്രം പറഞ്ഞ് നിവി പുതുപ്പ് മൂടിക്കിടന്നു. ധ്രുവിതൊന്നും അറിയാതെ അവൻ്റെ പേസ് എടുത്തു. അതിലേക്ക് നിവിയുടെ ഫോട്ടോ എടുത്തു വെച്ചു. അതിലേക്ക് വളരെ മനോഹരമായി നോക്കി പുഞ്ചിരിച്ചു. നിവി രാവിലെ എഴുന്നേറ്റപ്പോൾ ദക്ഷി അടുത്ത് കണ്ടില്ല. അവൾ എഴുന്നേറ്റ് പോയെന്ന് നിവിക്ക് മനസ്സിലായി. എന്തോ താഴേക്ക് പോകാൻ അവൾക്ക് മനസ്സ് വന്നില്ല. അവളുടെ മനസ്സിൽ വല്ലാതെ പിരിമുറുക്കമായിരുന്നു. തന്നോടുള്ള സഹതാപമോ സ്നേഹമോ ഒന്നും ആയിരുന്നില്ല. മറിച്ച് സ്വന്തം മോളുടെ അനിയത്തിയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ചെയ്ത മനോഹരമായ നാടകം. സത്യമാണോ കളവാണോ? അവർക്കങ്ങനെ ചെയ്യാൻ സാധിക്കൂ? അവൾ ഒരുപാട് ആലോചിച്ചു. ഒരെത്തും പുടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. മനസ്സിൽ മുഴുവൻ ഒരു വിങ്ങലാണ്. അവൾക്ക് എവിടെയെങ്കിലും ഇറങ്ങി ഓടാൻ തോന്നി. നിവിയെ കാണാത്ത കൊണ്ട്
പ്രിയ തിരക്ക് വന്നെങ്കിലും അവൾക്ക് സുഖമില്ലെന്ന് നുണ പറഞ്ഞു. അതുകൊണ്ട് ആരും ശല്യം ചെയ്യാൻ പോയില്ല. ദേവിയമ്മ നിവിയെ നോക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദക്ഷി പഠിക്കാനും പ്രിയയും മഹാദേവനും ജോലിക്കും പോയി. നിവി ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും പുറകിൽ നിന്ന് കാത്തു വിളിച്ചു. നിവേദ്യ. വളരെ ആർദ്രമായിരുന്നു അവൾ വിളിച്ചത്. നിവി അവളെ നോക്കി. നിവേദ്യ, നീ കരുതുന്ന പോലെ ഞാനൊരു വില്ലത്തിയോ ദുഷ്ടത്തിയോ നിന്റെ ശത്രുവല്ല. കാത്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കുഞ്ഞിലെ മുതലുള്ള സ്വപ്നമായിരുന്നു ധ്രുവദക്ഷൻ്റെ ഭാര്യയാകണം, ധ്രുവിൻ്റെ കയ്യിൽ പിടിച്ച് നടക്കണം, ധ്രുവിനോടൊപ്പം ജീവിക്കണം എന്നൊക്കെ. പക്ഷെ ഇതെല്ലാവർക്കും അറിയാം, ആരും തിരുത്തിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിച്ചു ധ്രുവ് തൻ്റെ ആണെന്ന്. നിവി ഒരു പ്രതിമ പോലെ അത് കേട്ട് നിന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ധ്രുവിനെ. എനിക്കറിയാം ധ്രുവിനെ ഇഷ്ടമാണെന്ന്. ദക്ഷി പറഞ്ഞുകൊണ്ട് മാത്രം ധ്രുവിന് നിന്നെ കെട്ടേണ്ടി വന്നത്. നിവിക്കാകെ ദേഹം തകരുന്ന പോലെ തോന്നി. നിവിക്ക് മനസ്സിലായിരുന്നു കാത്ത് ചോദിക്കാൻ പോകുന്നത് തൻ്റെ ജീവനാണ്, താലിയാണെന്ന്, സിന്ദൂരഭാഗ്യമാണെന്ന്. എനിക്കെൻ്റെ ധ്രുവിനെ വേണം. എനിക്ക് നല്ലൊരു ജീവനം കിട്ടാനാ ഞാൻ സ്വയം അകന്നു പോകാൻ വേണ്ടിയാ ധ്രുവ് നിന്റെ സ്നേഹം കാണിക്കുന്നതെന്നെല്ലാം. കാത്തു അത്രയും പറഞ്ഞ് നിവിയുടെ കാലിൽ പിടിച്ചു. തറയിലിരുന്ന് അവളുടെ കാലിന് മുറുകെ പിടിച്ച് കരയാൻ തുടങ്ങി. എനിക്കെൻ്റെ ധ്രുവിനെ വേണം. ധ്രുവിലത് പറ്റില്ല. ഞാൻ മരിച്ചു പോകും. എനിക്ക് തിരിച്ചു തന്നേക്കും. നിവ്യാകെ തല കറങ്ങുകയായിരുന്നു. കാലുകൾ ചുട്ടുപൊള്ളുന്ന പോലെ. എന്ത് പറയണം ചെയ്യണം എന്നറിയില്ല. നിവി കാത്തുവിനെ നോക്കി. ഒരു കണക്കിന് അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഒരാളെ സ്നേഹിച്ചു, ആ ആളെ താൻ സ്വന്തമാക്കി. അതിലവളുടെ തെറ്റെന്താണ്? സ്നേഹിച്ച ആളിന് മറക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ തന്നെ എല്ലാം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ നിവിയല്ലല്ലോ എല്ലാവരും. അവൾ സ്വയം ഒരു പുച്ഛത്തോട് ആലോചിച്ച് പോയി. നിവി കാത്തുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കരയേണ്ട, ഞാനായിട്ട് ആരുടെയും ഇടയിൽ വരില്ലട്ടോ. കാത്തു കണ്ണുകൾ തുടച്ചു. എൻ്റെ ജീവിതം ജന്മം ഇങ്ങനായി പോയി. എപ്പോഴെല്ലാവരെയും വേദനിപ്പിക്കും. കുറച്ച് ദിവസത്തെ സമയം തന്നാൽ മതി, ഞാൻ മാറ്റമെല്ലാം. അത്രമാത്രം പറഞ്ഞ് നിവി വാഷ്റൂമിലേക്ക് പോയി. കാത്ത് റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. ദേവിയമ്മ അടുക്കള പണിയിലായിരുന്നു. നിവി വേഗം അവരെ പോയി പുറകെ നിന്ന് കെട്ടിപ്പിടിച്ചു. ദേവിയമ്മ ഒന്ന് അമ്പരന്ന് പോയി. കാരണം നിവിയുടെ എങ്ങലടികൾ അവർക്ക് കേൾക്കാമായിരുന്നു. എന്താ എന്താ മോളെ, എന്ത് പറ്റി? ഞാൻ പോകുക ദേവിയമ്മ. പോകുന്നു? എവിടേക്ക്? വീട്ടിൽ പോകണം, പോയിട്ട് വരും. എന്താ പെട്ടെന്ന്? ധ്രുവ് കുഞ്ഞിനോട് പറഞ്ഞു. മെസ്സേജ് ഇട്ടിട്ടുണ്ട് അമ്മേ. പിന്നെ വിഷ്ണുവേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോളുടെ ഏട്ടൻ മോളെ വിളിച്ചോ? ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. ഏട്ടനിവിടെ അടുത്ത ജോലി ചെയ്യുന്ന വരാമെന്ന് പറഞ്ഞു. മോളെ എന്നാലും പോയിട്ട് എന്താ അത്യാവശ്യം? ഒന്നുമില്ല, അമ്മയുടെ ആണ്ട് വരിക ഞായറാഴ്ച. അപ്പോൾ ഞാൻ അവിടെ പോകണമെന്ന് അമ്മ വന്ന് എന്നോട് പറയുന്ന പോലെ, എൻ്റെ അമ്മയ്ക്ക് എന്നെ കാണുമെന്ന് പറയുന്ന പോലെ. എന്നാലും കുഞ്ഞെ, അവരൊക്കെ വരാതെ ഞാൻ പറഞ്ഞോളാം അമ്മേ. അത്യാവശ്യമായിട്ടുണ്ടല്ലേ? ഇപ്പം അവരാരെയും വിളിച്ചാലും കിട്ടില്ല. ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോഴേക്കൊരു ബുള്ളറ്റ് ശബ്ദം കേട്ടു. വിഷ്ണുവേട്ടൻ വന്നു. ഞാൻ പോയിട്ട് വരാമേ. ദേവി അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചു. നിവി നിറഞ്ഞ കണ്ണുകളോടെ അവരുടെ കവളിൽ ആഞ്ഞുമുത്തി. ഒരു നിമിഷം പോലും പിന്നെ അവിടെ നിൽക്കാതെ വേഗം അവിടെ നിറങ്ങി. നിവിക്ക് തിരിഞ്ഞ് നോക്കാൻ പോലും സാധിച്ചില്ല. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ, തളർന്ന മനസ്സ് അതിന് സമ്മതിച്ചില്ല. നിവിയൊന്നും പറയാതെ മിണ്ടാതെ ബൈക്കിൽ കയറി വൈഷ്ണവ അമ്പരന്ന് നോക്കുകയാണ്. സന്തോഷവതിയായി കഴിഞ്ഞിരുന്നെന്ന് താൻ വിശ്വസിച്ചിരുന്ന തൻ്റെ പെങ്ങൾ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു. ഇവിടെയും അവൾക്ക് ദുഃഖം മാത്രമാണോ? പല ചോദ്യങ്ങൾ മനസ്സിലൂടെ പോയെങ്കിലും ചോദിക്കാൻ അവൻ്റെ നാക്ക് പൊങ്ങിയില്ല. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു മുന്നോട്ടേക്ക് പോയി. റെയിൽവേ സ്റ്റേഷൻ പോയി. വൈഷ്ണവ് ബൈക്ക് പാർക്ക് ചെയ്തു. നിവി ബൈക്കിൽ നിന്നും ഇറങ്ങി. ഇത്രയും നേരം മൗനം മാത്രമായിരുന്നു. അവൾ അവനൊപ്പം മുന്നോട്ട് നടന്നു. വൈഷ്ണവ് തന്നെ പോയി ടിക്കറ്റ് എല്ലാം എടുത്തു. ട്രെയിൻ കയറുമ്പോഴും മൗനം മാത്രം. ഒന്നും പറയില്ലെന്ന പോലെ അവൾ കണ്ണുകൾ അടച്ചിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പെയ്തുകൊണ്ടിരുന്നു. വൈഷ്ണവിനാകെ ദേഹം ചുട്ടുപൊള്ളുന്ന പോലെ തോന്നി. ഇന്ന് അവളെ താൻ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഒരിക്കൽ പോലും ചിരിയോടെ സന്തോഷത്തോടെ കണ്ടിട്ടില്ല എന്നവൻ ഓർത്തു. നാട്ടിലെത്തി അവനൊരു ഹോട്ടൽ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നിവി സംശയത്തോടെ നെറ്റി ചുളിച്ചു. ആരുമില്ല. ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു. രാത്രി ഇവരൊന്ന് പറഞ്ഞു. നിവി ഒന്നും മിണ്ടിയില്ല.
വൈഷ്ണവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡ്യൂപ്ലിക്കേറ്റ് കീ കൊണ്ട് കതക് തുറന്നു. ദിവ്യ വേഗം തൻ്റെ റൂം ലക്ഷ്യമാക്കി പോയി. ഉള്ളതിൽ വെച്ച് ചെറിയ മുറിയായതുകൊണ്ട് തന്നെ ആ മുറി ആരും കൈകടത്തില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. കതക് തുറന്നു പൊടിയും മാറാലയും എല്ലാമായിരുന്നു. പക്ഷേ അതൊന്നും നോക്കാതെ അവൾ ബാഗ് തറയിൽ വെച്ച് കട്ടിൽ കമിന്ന് കിടന്നു. എപ്പോഴും മയങ്ങിപ്പോയി. കരച്ചിലിൻ്റെ ഒടുക്കം ഉറക്കമായിരുന്നു. വൈഷ്ണവൊന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും നിവിയെ ചെന്ന് നോക്കി. അവളുടെ മനസ്സിൽ എന്തോ വലിയ ഭാരമാണെന്ന് അവന് മനസ്സിലായിരുന്നു. ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അവൻ അവളെ വിളിച്ചില്ല. നിവേദ കണ്ണ് തുറന്നപ്പോൾ മുറി ലൈറ്റ് വെട്ടം കണ്ടു. അവൾ വേഗം എണീറ്റ് ജനൽ തുറന്ന് നോക്കി. പുറത്ത് മുഴുവൻ ഇരുട്ടാണ്. താൻ ഇത്രയും നേരം ഉറങ്ങിയോ എന്നവൾ ഓർത്തു. വേഗം അവൾ ഫ്രഷായി ഡ്രസ്സ് മാറി. ഒരു പിങ്ക് കളർ കുർത്തിയും വൈറ്റ് പലാസ പാൻറ്റുമാണ് ഇട്ടത്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സ്വിച്ച് ഓഫാണ്. എപ്പോഴും ചാർജ് തീർന്ന് ഓഫായതാണ്. അവൾ വേഗം ചാർജ് എടുത്ത് ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചു. അപ്പോഴേക്കും മുറ്റത്ത് ഓട്ടോ വരുന്ന ശബ്ദം കേട്ടു. എല്ലാവരും തിരികെ വന്നെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് ഓടി. അച്ഛനെ കണ്ട സന്തോഷത്തിലാണ്. മാധവനെ കണ്ടതും നിവ്യയാളെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. മാധവൻ അമ്പരന്ന് പോയെങ്കിലും അവളെ കണ്ട സന്തോഷത്തിലായി അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. അച്ഛ, മോൾക്ക് സുഖാണോ? സുഖാച്ച, മോള് മാത്രമേ വന്നുള്ളൂ? അതെ അതെ അച്ഛ, ഞാൻ മാത്രമേ ഉള്ളൂ. അവർക്കൊക്കെ ഒരു തിരക്കല്ലേ. എൻ്റെ കുട്ടിക്ക് സന്തോഷമല്ലോ, എൻ്റെ കുട്ടിക്ക് സന്തോഷമല്ലോ മോള്. അതെ അച്ഛ, എനിക്കൊരുപാട് സന്തോഷം. നിവി ചിരിച്ചുകൊണ്ടാ പറഞ്ഞത്. വൈഷ്ണവ് അമ്പരന്ന് പോയി. അവൾ എത്ര നന്നായി അഭിനയിക്കുന്നെന്ന് അച്ഛൻ്റെ മുന്നിൽ. ഇത്രയും നേരം വിഷമിച്ചിരുന്നവൾ അച്ഛനെ ബോധിപ്പിക്കാൻ വേണ്ടി സന്തോഷിക്കുവാണല്ലോ. അപ്പോഴേക്കും വൈഷ്ണുവിൻ്റെ കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് വന്നു. ദൂരെ നിന്ന് കണ്ടുകൊണ്ട് തന്നെ വൈഷ്ണവ് കൂട്ടുകാരൻ്റെ വണ്ടിയിൽ കയറിപ്പോയി. വൈഷ്ണവ് പോകാൻ കാത്തിരിക്കുന്ന പോലെ ശാരദ അലക്കാൻ തുടങ്ങി. എടി ഊരുംപട്ടവളെ, നീ ഇവിടെ നിന്ന് ആരുമായി ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞില്ല ഇറങ്ങിപ്പോയത്. പിന്നെന്തിനെ വലിഞ്ഞു കയറി വന്നത്? അവിടെ നിന്ന് അടിച്ചിറക്കുമോ? ശാരദ, അലരണ്ട. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ടല്ലേ വരുന്നത്. അത് ഒറ്റയ്ക്ക്. ഇവളവിടെ എന്തോ ഒപ്പിച്ചുള്ള വരവാ. എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇറങ്ങിക്കോണം ഇവിടെ നിന്ന്. നിവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി.